പണിയെന്നൊക്കെ പറഞ്ഞാൽ 8ൻ്റെ അല്ല നല്ല 16ൻ്റെ പണി കിട്ടിയ കേക്കാണ് കേട്ടോ ഇത്. എന്താ നീ വഴിയേ പറയാവേ. ഇത് കണ്ട ചോക്ലേറ്റ് കേക്ക് പോലെ തോന്നുമെങ്കിലും ആക്ച്വലി ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. എന്തായാലേ അവിടെ ആൾ മാറട്ടോ. കസ്റ്റമർ ഒരു റെഫറൻസ് കേക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മതി, പക്ഷേ കണ്ട ചോക്ലേറ്റ് കേക്ക് ആണെന്ന് തോന്നാവുള്ളൂ. 1 kg വെയിറ്റ് വരുന്ന കേക്ക് അത്യാവശ്യം ടോളായിട്ട് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 ഇഞ്ചിൻ്റെ പാനിൽ 2 വട്ടം കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് മാക്സിമം ലെയേഴ്സ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത്രയും ഹൈറ്റ് കിട്ടിയത്. അവിടെയാണ് എനിക്ക് ആദ്യത്തെ പണി കിട്ടിയത്. ലെയേഴ്സ് കട്ടി കുറഞ്ഞു പോയത് കൊണ്ട് ഷുഗർ സിറപ്പ് ഒരു കൺട്രോളും ഇല്ലാതെ പൊട്ടി ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പോലും ഞാൻ ആ ക്രാക്ക് പാച്ച് വർക്ക് ചെയ്യുകയായിരുന്നു. എത്ര തവണ അങ്ങനെ ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഈ കേക്ക് ആദ്യം പഠിപ്പിച്ച പാഠം അതാണ്, ടോൾ കേക്ക് ചെയ്യുമ്പോൾ ലെയേഴ്സ് ഒരിക്കലും കട്ടി കുറയ്ക്കാൻ പാടില്ല എന്ന്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേറൊരു കേക്ക് കൂടെ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കസിൻ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ പിസ്ത കേക്ക് തട്ടിക്കൂട്ടിയായിരുന്നു കേട്ടോ. സാധാ വാനില സ്പഞ്ചിൻ്റെ ബാറ്ററിലേക്ക് 2-3 ഡ്രോപ്പ് പിസ്ത എസൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സ്പോഞ്ച് ഉണ്ടാക്കിയത്. വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷിൽ പിസ്ത എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലെയറിലിട്ട് കൊടുത്തു. പിസ്ത നട്ട്സ് ഒന്നും കിട്ടാത്ത കൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. കുറച്ച് ഗനാഷ് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കേക്കും ക്രം കോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ ടോൾ കേക്കിൽ ഡ്രിപ്പിംഗ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് എനിക്ക് രണ്ടാമത്തെ പണി കിട്ടിയത്. ഈ റെഫറൻസ് പിക്കിൽ കൊടുത്ത പോലെയാണ് ഡ്രിപ്പിംഗ് വരേണ്ടിയിരുന്നത്. കേക്ക് വല്ലാണ്ട് തണുത്ത് പോയത് കൊണ്ടാണോ ഗനാഷ് തിക്കായി പോയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഡ്രിപ്പായി കിട്ടിയില്ല കേട്ടോ. ഡ്രിപ്പ് പോയിട്ട് മര്യാദയ്ക്ക് സ്പ്രെഡ് ആവുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പോലും കേക്കിൻ്റെ സൈഡിൽ വിള്ളൽ വീണിട്ട് ഷുഗർ സിറപ്പ് പുറത്തേക്ക് ഒലിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. അതൊക്കെ പാച്ചപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെയും നമ്മുടെ ഗനാഷിനെ മെരുക്കിയെടുക്കാൻ നോക്കിക്കൊണ്ടേ ഇരുന്നു കേട്ടോ. ഒരു വശത്ത് ഈ ഷുഗർ സിറപ്പിൻ്റെ ലീക്കിംഗ് ഇഷ്യൂ, മറുവശത്ത് ഗനാഷ് ഡ്രിപ്പ് ആവുന്നില്ല. എന്നിട്ട് ഞാൻ നിർത്തിയില്ല. എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ അതിൻ്റെ പുറത്തുകൂടെ പിന്നെയും ഗനാഷ് ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പം ശരിയാവുന്ന മട്ടിൽ. പക്ഷേ ലാസ്റ്റ് ഈ മെഴുകുതിരിയൊക്കെ ഉരുക്കി ഒലിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് പിറ്റുന്ന രാവിലേക്ക് മതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് പിന്നെ ശരിയാക്കാമെന്ന് കരുതി ഞാനത് അതേപോലെ ഫ്രിഡ്ജ് കയറ്റി വെച്ചു. എന്നിട്ട് പിസ്ത കേക്കിൻ്റെ പണി തുടങ്ങി കേട്ടോ. ഇതിൽ ഡ്രിപ്പിങ്ങും അതുപോലെ ആവുമെന്ന് പേടിച്ചെങ്കിലും ഇത് കുറച്ച് കൂടുതൽ ഫ്ലോയിങ് ആയതേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ക്രീം കൊണ്ട് സിമ്പിൾ ഡിസൈൻ കൊടുത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് സിമ്പിൾ ലുക്കിൽ തന്നെ ഈ കേക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ നമ്മുടെ ടോൾ കേക്കിൻ്റെ പണി വീണ്ടും ആരംഭിച്ചത്. ചോക്ലേറ്റ് ഗനാഷ് രണ്ടാമതും ഉണ്ടാക്കി ഈ കേക്കിന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു കേട്ടോ. കേക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന ഗനാഷൊക്കെ റിമൂവ് ചെയ്ത് കേക്ക് രണ്ടാമതും ഐസിങ് ചെയ്ത് രണ്ടാമതും ഡ്രിപ്പിംഗ് ചെയ്യാൻ കേട്ടോ. ഇത്തവണ ഏതായാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടി. കേക്കിൻ്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റ്സും ക്യാഡ്ബറി ഷോട്ട്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഡെക്കറേഷനെങ്കിലും മാക്സിമം റെഫറൻസ് പിക്കിലെ പോലെ തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എക്സാക്ട്ലി അതുപോലെ ആയില്ലെങ്കിലും ഓൾമോസ്റ്റ് കണ്ട അതുപോലെ തോന്നെങ്കിലും വേണമല്ലോ. ഒന്നാം പിറന്നാളുടെ കേക്കായതുകൊണ്ട് ഒരു നമ്പർ 1 ടോപ്പറും ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ചു. ലാസ്റ്റ് ബേബിയുടെ നെയിം കൂടി വെച്ച് കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിട്ടോ. ഫൈനൽ ലുക്ക് ഏതായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി സ്ട്രഗിൾ ചെയ്തെങ്കിലും ഫൈനൽ ലുക്ക് നമ്മൾ കരുതിയതിനേക്കാളും ഉഷാറാവുമ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ആ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കേക്കിൻ്റെ ലുക്ക് ഇഷ്ടമായെങ്കിൽ ഒരു റെഡ് ഹാർട്ടും, അതല്ല അത്ര പോരാന്നാണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ടും കമൻറ്റ് ചെയ്യണേ.